ഹായ്, ജംബുവോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഇപ്പം നമ്മൾ 2 ക്ലാസ്സുകളായി സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ആ ഒരു കോഴ്സിൽ ചെയ്യുന്നു. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ CCNA ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ CCNAയും നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സർവറും ഒരുമിച്ച് പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. രണ്ടും നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സർവറിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 2 ദിവസം, ആദ്യത്തെ ദിവസം ഞാൻ എന്തിനാണ് നമ്മൾ സർവർ പഠിക്കുന്നത്, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയാണ് കിട്ടുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമതായിട്ട് അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്താണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് സർവർ, ഒരു കമ്പനിയിലെ സർവറിൻ്റെ ജോലി എന്തായിരിക്കുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തന്നിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സർവറിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. സർവർ OSനെ കുറിച്ചും ആ സർവറിൻ്റെ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണൊരു ലാബ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സർവർ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ എല്ലാ സിസ്റ്റങ്ങളെയും നിയന്ത്രിക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ സർവർ എന്ന് വിളിക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ചിത്രമൊക്കെ ഞാനന്ന് ഡ്രോ ചെയ്ത് കാണിച്ചിരുന്നു ഇന്നലെ, അല്ലേ? എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ഒരു സർവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഈ സർവർ എന്ന ഒരു കമ്പനിയിൽ നമ്മൾ സർവറിനെ വെക്കുമ്പോൾ സർവറിന് വേണ്ടി നമ്മളൊരു സിസ്റ്റം വേണം. സർവറിന് വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയിലെ സർവർ സിസ്റ്റം എന്ന് വിചാരിക്കുക. ഈ സർവർ സിസ്റ്റം സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വിച്ചിൻ്റെ ആരോ മാർക്ക്, 2 ആരോ മാർക്ക് ഉള്ളിൽ ഇങ്ങനെയാണ് സ്വിച്ചിൻ്റെ സിമ്പിൾ ആയിരിക്കുക. നമ്മുടെ കമ്പനിയിലെ മറ്റെല്ലാ PC-കളും എന്തുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന പറഞ്ഞത്? സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന പറഞ്ഞത്, അല്ലേ? ഇപ്പം ഞാനൊരു 4 സിസ്റ്റം വരയ്ക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. ഈ 4 സിസ്റ്റങ്ങളും സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ സിസ്റ്റങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളില്ലേ, അത് എന്താകാം? വിൻഡോസിൻ്റെ ഇപ്പോൾ 10 ആവാം, അല്ലെങ്കിൽ 11 ആവാം. ഇതിനും 11 ആണ്, ഇതിനും 10 ആണ്. ഇപ്പോൾ നമ്മളങ്ങനെ 10 യൂസ് ചെയ്യാറില്ല. 10 നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ 10 നിന്നു. ഇനി നമുക്ക് എല്ലാ സിസ്റ്റങ്ങളും 11 ആണ്. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഒക്കെ പോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് 11 ആണ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇതിലൊക്കെ വിൻഡോസ് 10ഉം 11ഉം ആയിരിക്കും. നമ്മൾ ഈ സർവറായിട്ട് എടുക്കാൻ പോകുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഈ സിസ്റ്റത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സർവർ സിസ്റ്റം എന്ന് പറയുന്നത് മറ്റ് സിസ്റ്റങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സർവർ സിസ്റ്റം ആണല്ലോ. അപ്പോൾ ഈ ഒരു സർവർ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയിൽ ഇരിക്കുന്ന സർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനെ ഹാർഡ്വെയർ സംബന്ധമായിട്ട് കുറച്ച് കോൺഫിഗറേഷൻ കൂടുതലായിട്ട് വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിലൊരു സർവർ ഉണ്ടാകുമെന്നും മറ്റെല്ലാ സിസ്റ്റങ്ങളും ഈ സർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുമെന്നും സർവറിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ സർവീസുകളും ഈ ക്ലയൻറ്റുകൾക്ക് കിട്ടുന്നുണ്ടോ എന്നും ഈ സർവറിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ സർവർ എന്ന് പറയുന്ന സിസ്റ്റത്തിന് കുറച്ച് പ്രത്യേകതകൾ വേണം. കാരണം മറ്റ് സിസ്റ്റങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന സിസ്റ്റം ആകുമ്പോൾ ഇതിന് ഹാർഡ്വെയർ സംബന്ധമായി, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ, റാം, പ്രൊസസ്സർ, സ്റ്റോറേജ്, മദർ ബോർഡ്, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് ഈ സിസ്റ്റങ്ങൾക്ക് കോൺഫിഗറേഷൻ കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സർവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനെ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ സാധാരണ ഒരു പ്രൊസസ്സർ ഉണ്ട്.
പ്രോസസ്സർ എന്താ എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ തലച്ചോറിനെയാണ് നമ്മൾ ബ്രെയിൻ എന്ന് പറയുന്നതാണ് പ്രോസസ്സർ. നമ്മുടെ കമ്പ്യൂട്ടറിൽ എല്ലാ വർക്കും ചെയ്യുന്നത് ആരാണ്? ഈ ഒരു മൈക്രോ പ്രോസസ്സറാണ്. സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ മൈക്രോ പ്രോസസ്സർ ഉള്ളത് ഒന്ന് ഇന്റലിന്റെ മൈക്രോ പ്രോസസ്സറും അല്ലെങ്കിൽ AMD എന്ന് പറയുന്ന കമ്പനിയുടെ മൈക്രോ പ്രോസസ്സറുമാണ്. അതിൽ ഇന്റലിന്റെ ഐ സീരീസിൽ പെട്ടതാണ് കോർ i3, i5, i7, i9. പിന്നെ അതിലിങ്ങനെ ജനറേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലേ, ഇങ്ങനെ 13, 14ാമത്തെ ജനറേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റലിന്റെ i5 ഉണ്ട്, i7 ഉണ്ട്, i9 ഒക്കെ നമ്മൾ ഹൈ ഗ്രാഫിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. i7, i3 ഒക്കെ നോർമൽ ഹോം യൂസിനും, i5 ഒക്കെ നമുക്ക് ഓഫീസ് യൂസിനൊക്കെ. അങ്ങനെയാണ് നമ്മൾ സിസ്റ്റങ്ങൾ സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത് അല്ലേ. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ സിസ്റ്റങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ കമ്പനിയിലെ സർവർ കമ്പ്യൂട്ടറാണ്. അപ്പൊ മറ്റ് കമ്പ്യൂട്ടറുകൾ അപേക്ഷിച്ച് സർവറിന് ഹാർഡ്വെയർ റിക്വയർമെന്റ് കൂടുതലാണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ സർവറിന് വേണ്ടി പ്രത്യേക ഒരു പ്രൊസസ്സർ ഉണ്ട്. ഇപ്പൊ ഇന്റലിന്റെ ആണെങ്കിൽ നമുക്ക് സർവർ കമ്പ്യൂട്ടറിന് സാധാരണ ഉപയോഗിക്കാറുള്ളത് ഇന്റലിന്റെ സിയോൺ എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇന്റലിന്റെ സിയോൺ ഈ പ്രൊസസ്സറാണ് സർവർ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്റലിന്റെ സിയോണിന്റെ ഒരു പ്രൊസസ്സർ മാത്രമല്ല, ഇന്റലിന്റെ സിയോണിൽ തന്നെ ഒരുപാട് വേരിയന്റുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയിൽ നമ്മുടെ സർവറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സർവറിനെ വെക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം ക്ലയന്റുകൾ ഉണ്ട്, എന്തെല്ലാം വർക്കുകൾ വരും, സർവറിന് എന്തെല്ലാം ലോഡ് വരും, ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നമ്മൾ സർവർ സിസ്റ്റം പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്റലിന്റെ സിയോൺ എന്ന് പറയുന്നത് ഒറ്റ പ്രൊസസ്സർ മാത്രമല്ല, സിയോണിൽ തന്നെ പല വേരിയന്റുകളും കിട്ടും. ഇപ്പൊ ഇന്റലിന്റെ ഐ സീരീസിൽ പെട്ടതാണല്ലോ i3യും i5യും i7യും i9യും. അതുപോലെ തന്നെ ഇന്റലിന്റെ സിയോണിൽ തന്നെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ സാധാരണ ഇന്റലിന്റെ സിയോൺ പ്രൊസസ്സറാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇന്റൽ അല്ല നിങ്ങൾ പ്രൊസസ്സറായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ വേറൊരു കമ്പനിയാണ് AMD അല്ലെ. AMDയുടെ ത്രെഡ് റിപ്പർ എന്ന് പറയുന്ന പ്രൊസസ്സർ ഉണ്ട്. ത്രെഡ് റിപ്പർ, ഈ ത്രെഡ് റിപ്പർ എന്ന് പറയുന്ന ഈ പ്രൊസസ്സറാണ് നിങ്ങൾ അല്ലെങ്കിൽ സർവർ കമ്പ്യൂട്ടറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കി വാങ്ങാറുള്ളത്. ഇപ്പോൾ i9 അല്ലെങ്കിൽ i7 സിസ്റ്റം വെച്ചാൽ എന്താണ് കുഴപ്പം? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങളൊരു സാധാരണ ഒരു ചെറിയൊരു കമ്പനിയാണ് വിചാരിക്കുക, നിങ്ങൾക്കൊരു 10 ക്ലയന്റ് ഒക്കെ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റലിന്റെ സിയോൺ എന്ന് പറയുന്ന പ്രൊസസ്സർ മേടിക്കാനുള്ള ഒരു പൈസയൊന്നും ഉണ്ടാവില്ല, അത്രയ്ക്കൊരു ബഡ്ജറ്റ് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇന്റലിന്റെ i7 i9 വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓരോന്നിനും ഓരോന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ സർവറിന് വേണ്ടി ഉപയോഗിക്കുന്ന സിയോൺ ആകുമ്പോൾ സിയോണിൽ കോറുകളുടെ എണ്ണം കൂടുതലായിരിക്കും, ത്രെഡുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ കോറും ത്രെഡൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രൊസസ്സറാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊസസ്സറിന്റെ അകത്തെ പണിക്കാരാന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് പണിക്കാരുണ്ടാവും, അതാണ് കോറുകളുടെ എണ്ണം, ത്രെഡുകളുടെ എണ്ണം ഒക്കെ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി. ഇപ്പൊ നമുക്ക് ഇന്റലിന്റെ അത് റെക്കമെൻഡഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ഇപ്പോൾ സർവറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്റലിന്റെ സിയോണോ അല്ലെങ്കിൽ AMDയുടെ ത്രെഡ് റിപ്പർ ആണ് എന്ന് നിങ്ങൾക്ക് പറയാൻ അറിയണമല്ലോ. അപ്പൊ അതിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് നമ്മൾ വാങ്ങണം. ഇപ്പൊ നമ്മൾ അസംബിൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു സർവർ സിസ്റ്റം നമ്മൾ അസംബിൾ ചെയ്യുവാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് മേടിക്കണം. പിന്നെ അതിലോട്ട് നമുക്ക് റാം ഇടണം അല്ലെ, പിന്നെ ഹാർഡ് ഡിസ്കുകൾ ഇതൊക്കെ മേടിക്കണം. ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ എല്ലാ പാർട്സുകളും മേടിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു സർവർ സിസ്റ്റം ഇറക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ HP-യുടെയും Acerന്റെയും ഡെല്ലിന്റെയൊക്കെ സർവർ കമ്പ്യൂട്ടറുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അതായിരിക്കും നമ്മുടെ കമ്പനിയിൽ സർവറായിട്ട് ഉപയോഗിക്കുക. സർവറായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സാധാ കമ്പ്യൂട്ടർ തന്നെയാണ്, പക്ഷെ പ്രോസസ്സറും റാമൊക്കെ നോർമൽ കമ്പ്യൂട്ടറിനേക്കാൾ കുറച്ചും കൂടെ ഹൈ വേണ്ട വരും. അതുപോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യാസം ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ സർവർ എന്ന് പറയുന്നതിൽ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വേറൊരു രീതിയിലൊന്നുമല്ല പ്രവർത്തിക്കുക. സാധാരണ ഒരു വിൻഡോസിന്റെ സർവർ OS ആയിരിക്കും എന്നേ ഉള്ളൂ ഇതിൽ. ഇപ്പൊ 10, 11 ഒക്കെ പോലെ മൈക്രോസോഫ്റ്റിന്റെ സർവർ OS ഉണ്ട്. ഞാനതിൽ ഇതിന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ലാബ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ സർവർ OS ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പോ ഡെല്ല് സർവർ കമ്പ്യൂട്ടേഴ്സ്, ഡെല്ലിന്റെ സർവർ കമ്പ്യൂട്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡെല്ലിന്റെ പല മോഡലുള്ള സർവർ കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് നോക്കി, ഡെല്ലിന്റെ പവർ എഡ്ജ്
T13 ടവർ സർവർ ബണ്ടിൽ വിത്ത് 16 GB USB ഫ്ലാഷ് ഡ്രൈവ്. പ്രൊസസ്സർ നോക്കിയ ഇന്റലിന്റെ സിയോൺ E2124 എന്ന് പറയുന്ന മോഡലുള്ള പ്രൊസസ്സർ, 16 GB റാം, 2 TB SSD ഹാർഡ് ഡിസ്ക്, അതേപോലെ തന്നെ റെയ്ഡ്, അതൊക്കെ നമ്മൾ സർവറിൽ പഠിക്കുന്ന റെയ്ഡ് സപ്പോർട്ട് ചെയ്യുന്ന 3.3 GHz സ്പീഡ് വരുന്ന ഒരു സർവർ കമ്പ്യൂട്ടേഴ്സ്. ഇതാണ് ആ സർവർ. ഇതാ സർവറിന്റെ സ്ലോട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇതാണ് ആ സർവറിന്റെ ഉൾവശം. കണ്ട, ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ്. ഇതാണ് നമ്മൾ ഗ്രാഫിക്സ് ഡിസ്പ്ലേയിലോട്ടൊക്കെ കണക്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. ഇനി വേറെയും മോഡലുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ വേറൊരു മോഡൽ എടുത്തത് കഴിഞ്ഞാൽ ഇതാ T430. ഓക്കെ, ഇതാ 1,46,000 രൂപ എന്നൊക്കെ ഇവിടെ റേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതല്ല റേറ്റ് അല്ല നമ്മൾ നോക്കുന്നത്, ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കാം നമുക്ക്. ഇതിന്റെ പ്രൊസസ്സർ ഇതാണ് സിയോണിന്റെ E52620 എന്ന് പറയുന്നതാണ്. നമ്പർ ഓഫ് പ്രൊസസ്സർ സപ്പോർട്ടഡ് എന്ന് എഴുതിക്കണോ? നമ്പർ ഓഫ് പ്രൊസസ്സർ സപ്പോർട്ടിന്റെ അർത്ഥം എന്താ? നമുക്ക് ആ മദർ ബോർഡ് ഉണ്ടല്ലോ, ഇപ്പൊ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഒരു പ്രൊസസ്സർ അല്ലേ വരാറുള്ളത്. ഇതിൽ നമുക്ക് 2 പ്രൊസസ്സർ ഇടാൻ പറ്റും. ഇപ്പൊ 2 പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് ആയിരിക്കും ഉണ്ടാവുക എന്നാ പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. സർവറിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് 2 പ്രൊസസ്സർ ഇടാൻ പറ്റുന്നേ. ഇത് നോക്കി, 2 പ്രൊസസ്സർ കണ്ടാവും. ഇത് മദർ ബോർഡാണ്. ഈ മദർ ബോർഡിൽ 2 പ്രൊസസ്സർ ഇടാൻ പറ്റും. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നത് സിയോണിന്റെ ഈ വെർഷനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇന്റലിന്റെ i7ന്റെ 5th 6th സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ സിയോണിന്റെ ഈ വെർഷനൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യാവുന്ന മദർ ബോർഡാണിത്. കണ്ടോ? അതുപോലെ റാം സ്ലോട്ടുകളുടെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇപ്പൊ റാം സ്ലോട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3 റാം സ്ലോട്ട് കാണുന്നുണ്ട്, ഇവിടെ ഒരു 3 റാം സ്ലോട്ട്, ഇവിടെ ഒരു 4 റാം സ്ലോട്ട്, ഇവിടെ 4 4 8 8ഉം ഇവിടെ ഒരു 3 11 10 14 റാം സ്ലോട്ടുകളൊക്കെ ഉള്ള 14 16 റാം സ്ലോട്ടുകളൊക്കെ ഉള്ള എന്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്? സിസ്റ്റമാണിത്. മനസ്സിലായോ? അപ്പോൾ സിസ്റ്റം അല്ല, മദർ ബോർഡാണ്. അപ്പോൾ ഈ മദർ ബോർഡിലോട്ടാണ് നമ്മൾ ആ പ്രൊസസ്സർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയിടുവാണെങ്കിൽ ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത ഇതിൽ കണ്ടോ, ഇതിൽ 2 പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ് അത്ര ഇത്. അപ്പോൾ ഓൾറെഡി ഒരു പ്രൊസസ്സർ ഉണ്ടാവും. നമുക്ക് സർവറിന് ലോഡും കാര്യങ്ങളൊക്കെ കൂടുവാണെങ്കിൽ നമുക്ക് 2 ഡുവൽ പ്രൊസസ്സറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൈപ്പ് പ്രൊസസ്സർ ഇതാണിത്. അങ്ങനെ പലതരത്തിലുള്ള സർവർ കമ്പ്യൂട്ടേഴ്സുകൾ നമുക്ക് ഓൾറെഡി നമുക്ക് മേടിക്കാൻ കിട്ടുമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഫിക്സഡ് ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടും. ഇതൊക്കെ റാക്ക് സർവറുകളാണ്. റാക്ക് സർവർ എന്ന് വിളിച്ചാൽ നമ്മുടെ കമ്പനിയിൽ ഈ സ്വിച്ചൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ നെറ്റ്വർക്ക് റാക്ക് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ റാക്ക് ഉണ്ടാവും. ഇങ്ങനത്തെ റാക്ക് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനത്തെ റാക്കുകളിൽ വെക്കാൻ പറ്റുന്ന ഇത് കണ്ടോ. ഇത് സർവർ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ ഈ ഒരു മോഡലിൽ ഇരിക്കുന്നത്, ഈ ഒരു ടവർ ടൈപ്പ് അല്ലാതെ റാക്ക് മോഡലിൽ വരുന്നത് കണ്ടോ. ഇത് നമുക്ക് ആ റാക്കിലോട്ട് വെക്കാൻ പറ്റും. ഇത് നോക്കിയാൽ ഡെല്ലിന്റെ പവർ എഡ്ജ് R730 36 കോറൊക്കെ വരുന്ന 64 GB റാമൊക്കെ ഉള്ള ഒരു സർവർ കമ്പ്യൂട്ടേഴ്സ് ആണിത്. കണ്ടോ? ഇതിന്റെ പ്രത്യേകത പ്രൊസസ്സർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യും. 2 പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന 64 GB റാം റൺ ആവുന്ന സ്റ്റോറേജ്, നമുക്ക് എത്ര സ്റ്റോറേജ് തരുന്ന ഡുവൽ SMBS ആണ്. കണ്ടോ? 750 വാട്ട്സിന്റെ 2 SMBS ഉണ്ടാവും. 2 SMBS നമ്മൾ പവർ കൊടുക്കും. കാരണം സർവർ കമ്പ്യൂട്ടേഴ്സ് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കുമല്ലോ. അഥവാ ഒരു SMBS എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിന് പവർ കൊടുക്കുന്ന ഡിവൈസ് ആണ്. അഥവാ ഒരു ഡിവൈസിന് പവർ പോയാലും, ഒരു SMBS കേടായാലും മറ്റേ SMBSോട് വർക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ അവിടെ 2 ഫേസ് ഒക്കെ 2 ലൈനൊക്കെ ഉണ്ടെങ്കിൽ 2 ലൈനിൽ നിന്ന് ഓരോ ലൈൻ വരച്ചിട്ട് SMBSലോട്ട് കൊടുക്കും. അഥവാ ഒരു ലൈനിൽ ഫെയിലിയർ സംഭവിച്ചാലും സർവറിന് കാര്യങ്ങളൊന്നും സർവർ ഓഫ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളത് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർവർ സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് പാർട്സുകൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് അസംബിൾ ചെയ്ത് സർവർ ബിൽഡ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സർവറിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. അപ്പോൾ ഈ സർവറിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ട് മറ്റു കമ്പ്യൂട്ടറുകളെക്കാൾ കോൺഫിഗറേഷൻ കൂടുതലായിരിക്കും ഈ സർവറിൽ ഉണ്ടാവുക. പിന്നെ സർവറിന്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ
സോഫ്റ്റ്വെയർ സർവറിലോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ സിസ്റ്റങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ സർവറാണ്. അപ്പോൾ മറ്റെല്ലാ സിസ്റ്റങ്ങളെയും നമ്മൾ ഈ സർവർ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റങ്ങളും ഈ സർവറിന്റെ അണ്ടറിലായിരിക്കുമല്ലോ. അപ്പൊ ഇതിലൊരു പ്രത്യേക ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക? മൈക്രോസോഫ്റ്റിന്റെ സർവർ OS ആണ് ഉണ്ടാവുക. സർവർ OS. ഇനി മൈക്രോസോഫ്റ്റിന്റെ സർവർ അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ലിനക്സ് ഇല്ലേ, ലിനക്സിന്റെ റെഡ് ഹാറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക. ഈ ലിനക്സിന്റെ റെഡ് ഹാറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന കോഴ്സാണ് RHCSA. ഓക്കെ, RHCSA അല്ലെ പിന്നെ ഒരു കോഴ്സാണ് RHCE. ഇത് ലിനക്സിന്റെ സർവറിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു സർവർ സിസ്റ്റം ഇല്ലേ, ഇതിൽ മൈക്രോസോഫ്റ്റിന്റെ സർവർ ആണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കോഴ്സും, ഇതിൽ ഉപയോഗിക്കുന്ന ലിനക്സിന്റെ സർവർ ആണെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കോഴ്സ് ഇതുമാണ്. കാരണം ഒരു കമ്പനിക്ക് ചോയ്സ് ഉണ്ട്, അവിടെ മൈക്രോസോഫ്റ്റിന്റെ സർവർ ഉപയോഗിക്കണോ ലിനക്സിന്റെ സർവർ ഉപയോഗിക്കണോ എന്ന് ആ കമ്പനിയല്ലേ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഒരു സർവർ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ എഴുതിയിട്ടുണ്ടാകും, അവിടെ ജോബ് റോൾസ് എഴുതിയിട്ടുണ്ടാവും, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ ലിനക്സിന്റെ സർവർ ആണോ യൂസ് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റിന്റെ സർവർ ആണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ഓരോ സർവീസുകൾക്കും ഓരോ പേരുകൾ പറയും. അത് ലിനക്സിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും ആ സർവീസുകളുടെ പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവിടെ ഏത് സർവറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സർവറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേക ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ആവശ്യമുണ്ട്. അത് പ്രൊസസ്സർ മുതൽ റാം, സ്റ്റോറേജ് വരെയുള്ള കാര്യങ്ങളൊക്കെ മറ്റു നോർമൽ സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് സോഫ്റ്റ്വെയറിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? മൈക്രോസോഫ്റ്റിന്റെ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. ഈ മൈക്രോസോഫ്റ്റിന്റെ സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പം നമ്മുടെ വിൻഡോസ് 10ഉം 11ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലെ ഇത് നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ കയ്യിൽ നിന്ന് പെയ്ഡ് വാങ്ങേണ്ടതാണ്. ഓരോ വർഷവും നമ്മൾ അതിന്റെ എമൗണ്ട് റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തിനാണ് ലൈസൻസ്ഡ് മേടിക്കുന്നത്? ലൈസൻസ്ഡ് മേടിച്ചാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ക്രാഷോ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഒരു പേയ്മെന്റ് എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റുകാർ ഇത് 6 മാസത്തെ വാലിഡിറ്റി ഉള്ള ഒരു സർവർ തരുന്നുണ്ട്, ഒരു എഡ്യൂക്കേഷണൽ വെർഷൻ തരുന്നുണ്ട്. 6 മാസം നമുക്ക് ആ സർവറിൽ എല്ലാ ഫീച്ചേഴ്സും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. 180 ദിവസത്തേക്ക് നമുക്ക് ലൈസൻസോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടും. അപ്പോൾ നമുക്ക് പഠിക്കാനൊക്കെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സർവറിന്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷനെ കുറിച്ചാണ്. അപ്പോൾ മറ്റ് സിസ്റ്റങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹാർഡ്വെയർ റിക്വയർമെന്റ് കൂടുതലായിരിക്കണം നമ്മുടെ സർവർ സിസ്റ്റത്തിന് എന്നുള്ളതാണ്. ഇനി സർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമ്മുടെ പഠിക്കാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് നമുക്കിത് സൗജന്യമായിട്ട് തരുന്നുണ്ട്. ഒരു 180 ദിവസത്തെ വാലിഡിറ്റിക്ക് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ 180 ദിവസം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് അതിലുള്ള എല്ലാ സർവീസുകളും നമുക്ക് ഉപയോഗിച്ച് നോക്കാനായിട്ട് പറ്റും. 180 ദിവസമാണ് നമുക്കിതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 180 ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആവും. ഏകദേശം 6 മാസമാവില്ല 180 ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കിനി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ്? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സർവറായിട്ടൊരു സിസ്റ്റം വേണം, അതേപോലെ നമുക്ക് മറ്റ് സിസ്റ്റങ്ങളും വേണം അല്ലേ, ക്ലൈൻ്റായിട്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് എടുത്തിരിക്കുന്നത് എനിക്കൊരു ഓഫീസോ അല്ലെങ്കിൽ എനിക്കൊരു ലാബോ സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലാപ്ടോപ്പ് വെച്ചിട്ട് തന്നെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമുക്ക് വെർച്വൽ മെഷീൻ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. വെർച്വൽ മെഷീൻ. ഈ വെർച്വൽ മെഷീൻ ഇട്ടിട്ട് ഈ വെർച്വൽ മെഷീൻ വഴി നമുക്കൊരു ലാബൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. വെർച്വൽ മെഷീന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ Hyper-V, ഞാനത് കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാണ്. Hyper-V ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് VMware ഉപയോഗിക്കാം. VMware അല്ലെങ്കിൽ Oracle, ഇതൊക്കെ സോഫ്റ്റ്വെയറാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ലാബ് എന്ത് ചെയ്യാൻ പറ്റും,
സെറ്റപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് CCNA പഠിക്കാൻ പാക്കറ്റ് ട്രേസർ ഇല്ലേ, അതേപോലെ ഇത് പഠിക്കാൻ നമുക്കൊരു ലാബ് സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഹൈപ്പർ-വി വേണമെങ്കിൽ ചെയ്യാം. ഹൈപ്പർ-വി മൈക്രോസോഫ്റ്റിൻ്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിനൊരു നമുക്ക് ഈ ഒരു ലാബ് സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സർവർ വേണം, അതേപോലെ തന്നെ എന്ത് വേണം, ക്ലയൻറ്റുകളും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് വായിച്ചിട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്കിത് ചെയ്ത് പഠിക്കണം എന്ന് വിചാരിക്കാം. നിങ്ങൾക്കിപ്പോൾ CCNA പഠിക്കാൻ നമുക്ക് പാക്കറ്റ് ട്രേസർ ഉണ്ട്. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ്, ഇപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഈ ഡെസ്ക്ടോപ്പ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഹൈപ്പർ-വി എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഹൈപ്പർ-വി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഹൈപ്പർ-വിയുടെ അകത്തെ ഞാൻ ഒരു സർവർ OS ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് ഞാൻ അതിൻ്റെ ഹൈപ്പർ-വിയുടെ അകത്ത് ഞാനൊരു സ്വിച്ച് ക്രിയേറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് അതിനകത്ത് നമുക്ക് ക്ലയൻറ്റുകൾ വേണ്ടേ, അതിൽ 2-3 വിൻഡോസ് കമ്പ്യൂട്ടറിനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ട് അതിനിങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഞാൻ ഹൈപ്പർ-വിയുടെ അകത്ത് ഒരു ലാബ്, ഒരു വിർച്വൽ കമ്പ്യൂട്ടർ ലാബ് ഞാൻ സെറ്റപ്പ് ചെയ്തെടുക്കും. അപ്പോൾ അതിലൊരു സർവർ ഉണ്ടാകും, അതിലൊരു സ്വിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ ഒരു 3 വിൻഡോസും ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഈ സർവറിൽ നിങ്ങൾക്ക് ഓരോ സർവീസുകൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരും. ആ സർവറിൽ ഇതെങ്ങനെയാണ് ഇതിൽ ക്ലയൻറ്റുകൾക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരും. ഇനി നമ്മുടെ കയ്യിൽ ഹൈപ്പർ-വി ഇല്ല എന്ന് വിചാരിക്കുക. ഹൈപ്പർ-വി ഏതിലുണ്ടാവുമെന്ന് അറിയോ? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കമ്പ്യൂട്ടറല്ലേ, എൻ്റെ കമ്പ്യൂട്ടർ വിൻഡോസ് 11 ആണ്. നിങ്ങൾക്ക് ഈ സ്ക്രീന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിലെ പ്രോപ്പർട്ടീസ് എടുത്താൽ ദിസ് പീസ് റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസിൻ്റെ ഒരു എഡിഷൻ കാണാൻ പറ്റും. വിൻഡോസ് 11 പ്രോ എന്ന് പറയുന്ന എഡിഷനാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ വിൻഡോസ് 11 പ്രോ ആയതുകൊണ്ട് എനിക്ക് ഹൈപ്പർ-വി എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിൻഡോസ് 11ൻ്റെ ഹോം ആണെന്ന് വിചാരിക്കുക. വിൻഡോസ് 11ൻ്റെ ഹോം ആണെങ്കിൽ അതിൽ ഹൈപ്പർ-വി കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ വിൻഡോസ് 11 ഹോമിനെ പ്രോയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കൊടുത്തിട്ട് പ്രോ എന്ന് പറയുന്ന വെർഷൻ, ഇപ്പോൾ വിൻഡോസ് 11 2 വെർഷനാണ് ഉള്ളത്, ഹോമും പ്രോയും ഉണ്ട്. നോർമലായിട്ട് നമ്മൾ ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഹോം ആയിരിക്കും. പ്രോ എന്ന് പറയുന്ന വെർഷൻ ആണെങ്കിൽ അതിനകത്ത് ഹൈപ്പർ-വി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ടാവും. ആ ഹൈപ്പർ-വി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇനി അല്ല നിങ്ങളുടെ കയ്യിൽ ഹോം തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് ഹൈപ്പർ-വി തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ഹൈപ്പർ-വിക്ക് പകരം നമുക്ക് വേറെ സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ പറയുന്ന പ്രോയിൽ മാത്രമുള്ളൂ ഹൈപ്പർ-വി ഉണ്ടാവുക. അപ്പോൾ ഹൈപ്പർ-വി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് VMware എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ കിട്ടും. VMwareൽ നമുക്ക് ഇതേപോലെ ഒരു ലാബ് സെറ്റ് ചെയ്യാം. VMware എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു സർവർ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ അകത്തൊരു വിൻഡോസിൻ്റെ കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിനകത്ത് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറാക്കിൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതേപോലെ ലാബ് സെറ്റ് ചെയ്യാം. VMware ഒറാക്കിളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ഞാൻ അതിലൊക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാബ് സെറ്റപ്പ് ചെയ്യണം. സർവർ പഠിക്കാൻ നിങ്ങൾക്കൊരു ലാബ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ CCNAയിലൊക്കെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും കൂടെ കൊടുക്കാം. 98 46 122 909 ഇതാണ് എൻ്റെ നമ്പർ. ഇതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ ആകെ നോക്കേണ്ടത് എന്താണെന്നറിയോ, ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് VMwareഉം അല്ലെങ്കിൽ ഒറാക്കിളോ അല്ലെങ്കിൽ ഹൈപ്പർ-വിയുടെ അകത്തല്ലേ നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന പോലെ റാമും പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ റാമും പ്രൊസസ്സറൊക്കെ എടുത്തിട്ടാണ് അത് വർക്ക് ചെയ്യുക. അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാമും പ്രൊസസ്സറൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് തന്നെ തിരിച്ചു വരും കേട്ടോ. പക്ഷെ അത് ഓണായിരിക്കുമ്പോൾ നിങ്ങളുടെ റാമിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ടാണ് അത് വർക്ക് ആവുക. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കമ്പ്യൂട്ടറിന് മിനിമം 32 GB റാം ഉണ്ട്. എൻ്റെ കമ്പ്യൂട്ടറിന് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം 32 GB റാം ഉണ്ട്. അപ്പോൾ ഈ 32 GB റാമിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ കമ്പ്യൂട്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ ഒരു സർവർ ഇടില്ലേ, ഞാൻ എൻ്റെ സർവറിന് ഞാനൊരു 6 GB റാം കൊടുത്താൽ പിന്നെ അതിൽ ഒരു വിൻഡോസിന് 4 GB കൊടുത്തു, അടുത്ത വിൻഡോസിന് 4 GB കൊടുത്തു, അടുത്ത വിൻഡോസിന് 4 GB കൊടുത്തു.
അപ്പോൾ മൊത്തം ഞാൻ 18 GB ഉപയോഗിച്ചു. എനിക്ക് വീണ്ടും 14 GB എൻ്റെ ഫിസിക്കൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു 6 GB ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 8 GB ഉള്ള കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ, നിങ്ങൾ അതിൽ സർവർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ 6 GB ഉണ്ടാക്കണ്ട. നിങ്ങൾ 2 GB സർവർ ഉണ്ടാക്കുക. 2 വിൻഡോസ് കമ്പ്യൂട്ടർ ഇടുന്നതിന് പകരം ഒരു വിൻഡോസ് ഇടുക. അപ്പോൾ ഒരു സർവറും ഒരു ക്ലയൻറ്റും, അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ലാബ് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ VMwareലും ഒറാക്കിളിലും ഹൈപ്പർ-വിയിലും എങ്ങനെയാണ് സർവർ ഇടുന്നതെന്നൊക്കെ പറയാം. നിങ്ങൾ ആദ്യം ഈ VMwareും ഒറാക്കിളൊക്കെ നിങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാരണം നമ്മുടെ കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ ബയോസ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ടാവും എല്ലാ കമ്പ്യൂട്ടറിനും. ആ ഒരു കീയിൽ എന്താ പറയുക, കീയിൽ പ്രസ് ചെയ്ത് കയറി ബയോസിൽ കയറിയിട്ട് അതിൽ വെർച്വലൈസേഷൻ ടെക്നോളജി, വെർച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കണം. എന്നിട്ടേ നിങ്ങൾക്ക് VMwareും ഒറാക്കിളും അല്ലെങ്കിൽ ഹൈപ്പർ-വി ഒക്കെ അതിൻ്റെ അകത്ത് ഈ വെർച്വൽ മെഷീൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ ജസ്റ്റ് സർവറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി സർവർ വോയിസ് എവിടെയാണ് ഉണ്ടാവുക എന്നും കൂടി പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് സർവർ വോയിസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 മാസത്തേക്ക് അത് ഫ്രീ ആണ് എന്ന് പറഞ്ഞല്ലോ. എന്ത് ചെയ്താൽ മതി, നമ്മൾ മൈക്രോസോഫ്റ്റ് സർവർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നേരെ ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസ് സർവർ 2025 ക്ലിക്ക് ചെയ്യുക. മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ദ ISO എന്ന് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സർവറിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇവിടെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാനത് ഫില്ല് ചെയ്ത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ഫയൽ ഉപയോഗിച്ച്, ആ ഒരു ഫയലാണ് നമ്മുടെ VMwareൻ്റെ അകത്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കേണ്ടത്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ലാബാട്ടോ. നിങ്ങൾ ഒറിജിനലാണെങ്കിൽ എന്ത് ചെയ്യണ്ടേ, സർവർ വോയിസ് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട സർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിനകത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. പെൻഡ്രൈവ് ഒക്കെ കുത്തി ബയോസിലെല്ലാം കയറി സർവർ എന്ത് ചെയ്യണം, അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം ഫിസിക്കലായിട്ട്. നമ്മളിപ്പോൾ ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ ഇട്ടിട്ട് അതിനകത്താണ് സർവർ റൺ ചെയ്യിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. കമ്പനിയിലാവുമ്പോൾ ഫിസിക്കലായിട്ടൊരു കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാകും, അവിടെ സ്വിച്ച് ഉണ്ടാകും, അവിടെ മറ്റ് സിസ്റ്റങ്ങൾ ഉണ്ടാകും, എല്ലാം നമ്മൾ ഈ ചെയ്യുന്ന ലാബ് അവിടെ ഫിസിക്കലായിട്ട് എല്ലാം ഉണ്ടാവും. സർവർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച കമ്പ്യൂട്ടർ ഉണ്ടാവും, അത് സ്വിച്ചുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിലോട്ട് മറ്റ് PC-കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഇവിടെ കണ്ടില്ലേ 180 ദിവസത്തെ ട്രയൽ കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഓക്കെ, നമുക്ക് ട്രയൽ കിട്ടും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞാൽ സർവറിൽ 2025 എന്ന് പറയുന്ന വെർഷനാണ്. 2019 ഉണ്ടായിരുന്നു, പിന്നെ 2022 ഉണ്ടായിരുന്നു, പിന്നെ 2025 വന്നു. അതിന് മുമ്പ് 2016 ഉണ്ടായിരുന്നു, 2012 ഉണ്ടായിരുന്നു, 2012 R2 ഉണ്ടായിരുന്നു, 2008 ഉണ്ടായിരുന്നു. ഇതൊക്കെ സർവറിൻ്റെ പഴയ വെർഷനാണ്. ഇപ്പോൾ ഉള്ളത് വിൻഡോസ് സർവറിൻ്റെ 2025 എന്ന് പറയുന്ന വെർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുള്ളതും എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് നോക്കാം. ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടല്ലോ അതിൽ ചോദിക്കുക. കമൻറ്റ് ചോദിച്ചാൽ എല്ലാവർക്കും അത് അതേ സംശയമുള്ള മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യും, ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കാൻ ശ്രമിക്കുക. ഇനി VMwareുമായിട്ട് അല്ലെങ്കിൽ ഹൈപ്പർ-വി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിലും ലാബ് സെറ്റപ്പ് ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, എനിക്ക് കമ്പ്യൂട്ടർ ഇല്ലല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്ത കുറേ പേര് ഇത് പഠിക്കുന്നുണ്ടാവും. കമ്പ്യൂട്ടർ ഇല്ലല്ലോ, ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കിക്കോ. സർവറിൻ്റെ നോട്ട് തയ്യാറാക്കിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എവിടെയെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് റീഫ്രഷിന് വേണ്ടിയിട്ട് കയറിയിട്ട് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാവുന്ന സെൻറ്റേഴ്സുകളുണ്ട്, നമുക്ക് റീഫ്രഷനായിട്ട് കയറാൻ പറ്റുന്ന സെൻറ്റേഴ്സുകളുണ്ട് ജസ്റ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കോഴ്സ് പഠിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചത്തെയോ പ്രാക്ടിക്കൽ ക്ലാസ് നമുക്ക് ചെയ്തു നോക്കാനുള്ള സൗകര്യം തരുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു നോക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ നോട്ടും കൂടെ തയ്യാറാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുമായിട്ട് സർവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ